എന്തെല്ലാം അനുഭവങ്ങളാണല്ലേ! ഓരോ ജീവിതത്തിൻ്റെ ഓരോ ചെറിയ ചെറിയ നിമിഷങ്ങളിൽ ഭഗവാന്റെ സാന്നിധ്യം കണ്ട് അത് അനുഭവങ്ങളായിട്ട് നമ്മളിലേക്ക് അയച്ചു തരികയാണ് പല ഭക്തരും. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ബിന്ദു ആണേ. ആലുവയിൽ നിന്നാണ്. ഇത് ഇലക്ട്രിസിറ്റിയിൽ ജോലിയുള്ള കണ്ണൻ്റെ കഥയാണ്. എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾക്ക് ആലുവയിൽ ഒരു ഹോസ്റ്റലുണ്ടായിരുന്നു. ഹോസ്റ്റൽ റെന്റിനെടുത്തതാണേ. ഒരു സ്വാമിയുടെ വീടാണ്. അവിടെ വലിയ പൂജാമുറിയുണ്ട്. അതിൻ്റെ മുൻപിൽ തന്നെ ഒരു നല്ല ഭംഗിയുള്ള കണ്ണൻ്റെ ഒരു വലിയ ഫോട്ടോ ഇരിക്കുന്നുണ്ട്. ഒരു 0 വോൾട്ട് ബൾബ് ഉണ്ടായിരുന്നു. 2 ദിവസമായിട്ട് ഈ ബൾബ് ഫ്യൂസായി പോയിട്ട് ഞാൻ ഹോസ്റ്റൽ നടത്തുന്ന തിരക്കിൽ ഇത് ശ്രദ്ധിച്ചില്ല. ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ മാർക്കറ്റിൽ പോയിരിക്കുകയായിരുന്നു. എൻ്റെ മകൾ എപ്പോഴും കൃഷ്ണനോട് സംസാരിക്കും. അന്ന് ഈ ഫോട്ടോ നോക്കി പറഞ്ഞു, എന്താണ് ബൾബ് ഫ്യൂസായോ? അമ്മ തിരക്കിലാണ് കേട്ടോ, അതാണ് വാങ്ങാൻ മറന്നു പോയിട്ടുണ്ടാവും, ക്ഷമിക്കണം കേട്ടോ എന്ന് അങ്ങനെ പറഞ്ഞു കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ബൾബ് തനിയെ ഒന്ന് കത്തി. മകള് പേടിച്ചു പോയിട്ടോ. പറഞ്ഞതുപോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞ് പിന്നെയും പഴയ പോലെ കെട്ടുപോയി. ഞാൻ വന്നപ്പോൾ മകള് പറഞ്ഞു, അമ്മ ഉടനെ പോയി പുതിയ ബൾബ് വാങ്ങി വരൂട്ടോ, പുള്ളിക്ക് വെട്ടം വേണമെന്ന് കാണിച്ചു തന്നു. ഞാൻ ഉടനെ പോയി പുതിയ ബൾബ് വാങ്ങിയിട്ടു. പിന്നെ ഞാൻ ഇറ്റലിക്ക് വരുന്നത് വരെ ആ ലൈറ്റ് കെടാൻ അനുവദിച്ചിട്ടില്ല കേട്ടോ. അതാണ് നടക്കാത്തതും നടത്തും, മറന്നതിനെ ഓർമ്മിപ്പിക്കും, പുള്ളിക്ക് വേണ്ടത് ചോദിച്ചു വാങ്ങും. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. അങ്ങനെ കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടല്ലേ അങ്ങരുടെ കയ്യിൽ. ആ കുരുത്തക്കേടൊക്കെയാണല്ലോ നമുക്കിഷ്ടം. നമ്മൾ ഉണ്ണിക്കണ്ണനെ അങ്ങനെയാണല്ലേ കാണുന്നത്. നമ്മുടെ സ്വന്തമായിട്ട് കാണുമ്പോൾ അങ്ങനെ ഉള്ള കുരുത്തക്കേടുകളൊക്കെ നമുക്ക് ഇഷ്ടാവുകയാണ് ചെയ്യല്ലേ. എന്താ കഥ, മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. എല്ലാവരിലേക്ക് എത്തിക്കട്ടോ. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. കുറേ കാര്യങ്ങളുണ്ട്. വേറെ വിശേഷമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.